ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്മയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോऽത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷദാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ചേദേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം
കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. രാവിലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് പക്ഷേ 10 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞു അവിടെ. അതുകൊണ്ട് ക്ലാസ് ആവാമെന്ന് വിചാരിച്ചു. ഇന്നലെ പറഞ്ഞിരുന്നു വൈകുന്നേരം മതിയെന്ന്, അല്ലേ? അപ്പോൾ പലരും ശ്രദ്ധിച്ച് കാണില്ല. എന്തായാലും നമുക്ക് തുടങ്ങി വയ്ക്കാം. ചെറിയൊരു അധ്യായമാണ്, രാവിലെയും വൈകുന്നേരം കൂടി നമുക്ക് തീർക്കാം. 25 അധ്യായമേ ഉള്ളൂ, അല്ല 25 ശ്ലോകമേ ഉള്ളൂ. നമുക്ക് തുടങ്ങി വയ്ക്കാം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നമ്മൾ 26-ാം അധ്യായമാണ് വായിക്കാൻ പോകുന്നത്. 26-ാം അധ്യായത്തിലെ വിഷയം നന്ദൻ ഗർഗൻ പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ, ഭഗവാനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗോപന്മാരോട് തുറന്നു പറയുന്ന സന്ദർഭമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഭഗവാൻ ഗോവർദ്ധനോദ്ധാരണം ചെയ്ത് 7 ദിവസം ഇന്ദ്രൻ പെയ്ത കഠിനമായിട്ടുള്ള ആ പെരുമഴ, അതിനെയെല്ലാം വളരെ ലാഘവത്തോടെ അതിജീവിപ്പിച്ചു. അതിനുശേഷം ഇന്ദ്രൻ്റെ കയ്യിലുള്ള മേഘങ്ങളുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു. ബാക്കിയുണ്ടായിരുന്നതിനെയൊക്കെ ഇന്ദ്രൻ പിൻവലിച്ചു. ഇനി ഇന്ദ്രൻ ലജ്ജിതനായി അപരാധ ക്ഷമാപണ ഭാവത്തോടുകൂടെ ഭഗവാന്റെ മുമ്പിൽ വരാൻ പോകുന്നുണ്ട്. ഗർവമെല്ലാം ശമിച്ച് പാകം വന്ന ഇന്ദ്രനെ കാണാം. അപ്പോൾ അത് നമ്മൾ അടുത്ത അധ്യായത്തിലാണ് കാണുക. ഗോവിന്ദാഭിഷേകം എന്നുള്ള ആ ഭാഗം അതിലാ വരിക. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്ക് ഒരു ചെറിയ അധ്യായത്തിലൂടെ ഈ ഗോപന്മാർ ഭഗവാന്റെ രഹസ്യം നന്ദനോട് ചോദിക്കുകയാണ്. ഈ കുട്ടിയുടെ ജാതകമൊക്കെ നിങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും പണ്ഡിതന്മാർ ഈ കുട്ടിയുടെ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു സഭ കൂടിയിട്ട്. അപ്പോൾ അതിൽ നിവൃത്തിയില്ലാതെ സത്യസന്ധനായ നന്ദൻ ഇതുവരെ ആരും ചോദിച്ചില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഇപ്പം എല്ലാവരും കൂടി നിർബന്ധിച്ച് ചോദിക്കണം. ഏതായാലും 6-7 കൊല്ലം കഴിഞ്ഞു നന്ദൻ നാമകരണം ചെയ്തിട്ട്. അപ്പോൾ ഇനി അത് അനാവരണം ചെയ്യാമെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ എല്ലാ ഗോപന്മാരോടുമായിട്ട് ഈ കൃഷ്ണൻ ആരാണെന്ന് ഗർഗർ ഋഷി പറഞ്ഞതിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഭാഗമാണത്. നമുക്ക് വായിക്കാം ആദ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ षड्विंशतितमोऽध्यायः. ശ്രീശുക ഉവാച. ഏവം വിധാനി കർമാണി ഗോപാഃ കൃഷ്ണസ്യ വീക്ഷ്യത്തെ അതദ്വീര്യവിദഃ പ്രോജുഃ സമഭ്യേത്യ സുവിസ്മിതാഃ. ബാലകസ്യ യദേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥം അർഹത്യസൗ ജന്മ ഗ്രാമ്യേഷ്വാത്മജുഗുപ്സിതം. യസ്സപ്തഹായനോ ബാലഃ കരേണൈകേന ലീലയാ കഥം ബിഭ്രദ്ഗിരിവരം പുഷ്കരം ഗജരാടിവ. തോകേനാമീലിതാക്ഷേണ പൂതനായാ മഹൗജസഃ പീതസ്തനഃ സഹ പ്രാണൈഃ
കാലേനേവ വയസ്തനോഃ ഹിന്വതോദശയാനസ്യ മാസ്യസ്യ ചരണാവുദക അനോപതദ്വിപര്യസ്തം രുദതഃ പ്രപദാഹതം ഏകഹായന ആസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന യസ്തൃണാവർത്തം അഹൻ കണ്ഡഗ്രഹാതുരം ക്വചിദ് ഹയ്യംഗവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂഖലേ ഗച്ഛൻ അർജുനയോർമധ്യേ ബാഹുഭ്യാം തൗ അപാതയത് വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈർവൃതഃ ഹന്തുകാമം വകം ദോർഭ്യാം മുഖതോരിം അപാടയത് വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗാംസയ ഹത്വാ നിപാതയത്തേന കപിത്ഥാനി ച ലീലയാ ഹത്വാ രാസഭദൈതേയം തദ്ബന്ധൂംശ്ച ബലാന്വിതഃ ചക്രേ താലവനം ക്ഷേമം പരിപക്വഫലാന്വിതം പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയദ്വ്രജപശൂൻ ഗോപാംശ്ചാരണ്യവന്നിതഃ ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമദം ഹ്രദാത് പ്രസഹ്യോദ്വാസ്യ യമുനാം ചക്രേ സൗ നിർവിഷോദകാം ദുസ്ത്യജശ്ചാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജൗകസാം നന്ദത്തെ തനയേ അസ്മാസു തസ്യാപി ഔൽപത്തിക കഥം ക്വ സപ്തഹായനോ ബാലഃ ക്വ മഹാദ്രിവിധാരണം തതോ നോ ജായത്തെ സംഗ വ്രജനാദ തവാത്മജേ നന്ദ ഉവാച ശ്രൂയതാം മേ വചോ ഗോപാഃ വേദുശങ്കാ ച വോർഭഗേ ഏനം കുമാരമുദ്ദിശ്യ ഗർഗോ മേ യദുവാചഃ വർണ്ണാസ്ത്രയ കിലാസ്യാസൻ ഗൃഹ്ണതോനുയുഗം തനൂഃ ശുക്ലോ രക്തസ്തഥാ പീതഃ ഇദാനീ കൃഷ്ണതാം ഗതഃ പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതസ്തവാത്മജഃ വാസുദേവ ഇതി ശ്രീമാനഭിജ്ഞാസം പ്രചക്ഷത്തെ ബഹൂനി സന്തി നാമാനി രൂപാണി ച സുദസ്യത്തെ ഗുണകർമാനുരൂപാണി താന്യഹം വേദ നോ ജനാഃ ഏഷ വശ്രേയ ആധാസ്യത ഗോപഗോകുലനന്ദനഃ അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യതാം പുരാണേന വ്രജപതേ സാധവോദസ്യുപീഡിതാഃ അരാജകേ രക്ഷ്യമാണാ ജിഗ്യുർദസ്യൂൻ സമേദിതാഃ യ ഏതസ്മിൻ മഹാഭാഗാഃ പ്രീതിം കുർവന്തി മാനവാഃ നാരയോപി ഭവന്ത്യേതാൻ വിഷ്ണുപക്ഷാൻ ഇവാസുരാഃ തസ്മാന്നന്ദ കുമാരോയം നാരായണ സമോ ഗുണൈഃ ശ്രിയാ കീർത്യാനുഭാവേന തൽകർമ്മസു ന വിസ്മയഃ ഇത്യദ്ധാമാം സമാദിശ്യ ഗർഗേ ച സ്വഗൃഹം ഗതേ മന്യേ നാരായണസ്യാംശം കൃഷ്ണമക്ലിഷ്ടകാരിണം ഇതി നന്ദവച ശ്രുത്വാ ഗർഗഗീതം വ്രജൗകസഃ ദൃഷ്ടശ്രുതാനുഭാവാസ്തേ കൃഷ്ണസ്യാമിത തേജസഃ മുദിതാ നന്ദമാനർച്ചുഃ കൃഷ്ണം ച ഗതവിസ്മയാഃ ദേവേ വർഷതി യജ്ഞവിപ്ലവരുഷാ വജ്രാശ്മവർഷാനി വൈഃ സീതത്പാലപശുസ്ത്രീ ആത്മശരണം ദൃഷ്ട്വാനുകമ്പ്യുത്സ്മയൻ ഉൽപാട്യൈകകരേണ ശൈലമബലോ ലീലോച്ഛിലീന്ദ്രം യഥാ ബിഭ്രദ്ഗോഷ്ടമപാൻ മഹേന്ദ്രമദഭിധ പ്രിയാം ഇന്ദ്രോ ഗവാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഷഡ്വിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം. ഹരി ഓം.
എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക്, ശ്രീകൃഷ്ണ ലീലാമൃതത്തിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ഒരു പ്രധാനപ്പെട്ട ഫോൺ വരുന്നു, ഒരു മിനിറ്റ്. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിൽ തൻ്റെ യാഗത്തിന് ഭംഗം ചെയ്ത് തന്നെ അപമാനിച്ച ഗോപന്മാരെ മുഴുവൻ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ദ്രൻ പ്രളയകാല മേഘങ്ങളോട് ഗോകുലത്തെ മുക്കി നശിപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ വിസ്തരിച്ച് കണ്ടു. അങ്ങനെ ഗംഭീരമായിട്ടുള്ള കാറ്റും മഴയും ഇടിയും മിന്നലും കൊണ്ട് ഗോകുലം മുങ്ങുന്നൊരവസ്ഥയുണ്ടായി. ആബാലവൃദ്ധം ജനങ്ങളും പശുക്കളും പശുക്കുട്ടികളും എല്ലാം ഭയപ്പെട്ട് കൃഷ്ണനെ ശരണം പ്രാപിക്കുന്നത് കണ്ടു. തന്നെ ആശ്രയിച്ചിരിക്കുന്ന ഇവർക്ക് അഭയം കൊടുക്കാൻ അത് തൻ്റെ കർത്തവ്യമാണെന്ന് ഭഗവാൻ നിശ്ചയിച്ചുകൊണ്ട് ഈ ഇന്ദ്രന്റെ ദർപ്പം ശമിപ്പിക്കുന്നുണ്ട് എന്നും നിശ്ചയിച്ചുകൊണ്ട് ഭഗവാൻ തൻ്റെ ഒരു കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിയതായിട്ടുള്ള കഥ നമ്മൾ കണ്ടു. ഏകേന ഹസ്തേന ഗോവർദ്ധനാചലം കൃത്വ ദധാര ലീലയാ കൃഷ്ണ ഛത്രാകമിവ ബാലക. ഒരു കൊച്ചുകുട്ടി കൂൺ പറിക്കുന്ന പോലെ ഭഗവാൻ ആ ഗോവർദ്ധന പർവ്വതത്തെ പുഴക്കിയെന്നും എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ല. ഈ ഗോവർദ്ധനത്തിൻ്റെ കീഴിലേക്ക്, ഈ ഗിരി ഗർത്തത്തിലേക്ക് നിങ്ങളെല്ലാം ധൈര്യമായിട്ട് പ്രവേശിച്ചോളൂ. എല്ലാവർക്കും വേണ്ട ഇഷ്ടത്തിന് സ്ഥലമുണ്ട്, സൗകര്യമുണ്ട്, ഒന്നും പേടിക്കേണ്ടതില്ല, ധൈര്യമായിട്ട് വരൂ എന്ന് ആദ്യം അച്ഛനെയും അമ്മയെയും പിന്നെ ഗോപന്മാരെ എല്ലാവരെയും വിളിച്ചു വരുത്തി പശുക്കളെയൊക്കെ ഉള്ളിലേക്ക്. അങ്ങനെ 7 ദിവസം ഭഗവാൻ വളരെ ലാഘവമായിട്ട് തൻ്റെ ഒരു കൈകൊണ്ട് നിന്നിടത്തുനിന്ന് ചലിക്കാതെ ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചു. ഗോപന്മാരെല്ലാം ഭഗവാനെ തന്നെ കണ്ടുകൊണ്ട് പരമാനന്ദം അനുഭവിക്കുകയായിരുന്നു ഈ 7 ദിവസവും. അങ്ങനെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ ആ മേഘങ്ങളുടെ സ്റ്റോക്കെല്ലാം കഴിഞ്ഞതുപോലെ, കാരണം ഇന്ദ്രന് മേഘം കൊടുക്കുന്നത് ആരാ? ഇന്ദ്രൻ വെറും ഒരു റീറ്റെയിൽ അല്ലേ, ഡീലറാണ്. ഹോൾസെയിൽ കൊടുക്കേണ്ടത് ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ ഇന്ദ്രന്റെ ശക്തി വേഗം ക്ഷയിച്ചു പോകും. അപ്പോൾ അതാണ് ഉണ്ടായത്. ഇന്ദ്രൻ അത് മനസ്സിലാക്കി. ഈ ഭഗവാൻ ഈ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ യാതൊരു ക്ഷീണവുമില്ലാതെ, ഒരു പരിശ്രമവുമില്ലാതെ ലാഘവത്തോടെ ഇടത് കൈകൊണ്ട് 7 ദിവസം നിസ്സാരമായിട്ട് ഈ ഗോവർദ്ധനത്തെ പൊക്കി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഇന്ദ്രന്റെ തലയ്ക്കകത്ത് വെളിവുണ്ടായത്, അഹങ്കാരമെല്ലാം ശമിച്ചത്. താൻ ആരെയാണ് ഈ പരീക്ഷിച്ചത്, ആരോടാണ് താൻ മത്സരിക്കുന്നത് എന്നുള്ള ബോധമെല്ലാം ഉണ്ടായി. അദ്ദേഹം വേഗം ഭയപ്പെട്ടുകൊണ്ട് തൻ്റെ മേഘങ്ങളെ ബാക്കിയുണ്ടായിരുന്നവരെയൊക്കെ തിരിച്ചയച്ചു. എല്ലാവരും മടങ്ങിപ്പോകാൻ പറഞ്ഞു. അങ്ങനെ മഴ മാറി, ആകാശം തെളിഞ്ഞു, സൂര്യൻ തെളിഞ്ഞു, വെള്ളമെല്ലാം നദിയിലൂടെ ഒഴുകിപ്പോയി. ഇനി ബാക്കി വെള്ളമൊന്നും അധികമില്ലാതെയായി. അപ്പോൾ ഇതെല്ലാം ആയപ്പോഴേക്കും ഭഗവാൻ തന്നെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങിക്കോളൂ, ഇത് ആകാശമൊക്കെ തെളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ, ഇനി മഴയെക്കുറിച്ച് പേടിക്കൊന്നും വേണ്ട. എല്ലാവരും ഭയം വെടിഞ്ഞുകൊണ്ട് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് അവരവരുടെ സാമഗ്രികളുമായി, പശുക്കളുമായി, കുട്ടികളും സ്ത്രീകളുമായി എല്ലാവരും പൊക്കോളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി നിന്നു. അല്ലേ, ഭഗവാനെ വിട്ട് അകലാൻ അവർക്ക് മടി. വീട്ടിലേക്ക് പോയാൽ അവരവരുടെ വീട്ടിൽ പോകുമ്പോൾ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ആയിരുന്നെങ്കിൽ 7 ദിവസവും ഭഗവാനെ 24 മണിക്കൂറും കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ആനന്ദം
ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവർ പുറത്തിറങ്ങിയിട്ട് ഭഗവാന്റെ ചുറ്റും കാവൽ നിന്നു. ഭഗവാനോ ആ പർവ്വതത്തെ താഴെ ഇറക്കി വെച്ചു അനായാസേന. എന്നിട്ട് എല്ലാവരുടെയും നേർക്ക് വന്നു. എല്ലാവരും ഭഗവാനെ ആലിംഗനം ചെയ്യലും പുകഴ്ത്തലും, ഓരോരുത്തരും ഓരോ രീതിയിൽ ഭഗവാനെ ബഹുമാനിച്ചു, സ്വീകരിച്ചു, സൽക്കരിച്ചു. അങ്ങനെ യശോദ, രോഹിണി, നന്ദഗോപർ, ബലരാമൻ മുതലായവരും ഭഗവാനെ ആലിംഗനം ചെയ്ത് ആശീർവാദങ്ങൾ ചെയ്തു. ദേവഗണങ്ങളും ആകാശത്ത് നിന്ന് പുഷ്പവൃഷ്ടി ചെയ്തു. അങ്ങനെ ആകാശത്ത് ശംഖദുന്ദുഭികളും എല്ലാം ദേവന്മാരാൽ ഉച്ചരിക്കപ്പെട്ട് ഗന്ധർവന്മാർ ഗാനം ചെയ്തുകൊണ്ടും തുമ്പുരു പ്രമുഖന്മാരായിട്ടുള്ളവർ വാദ്യഘോഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ ഭഗവാന്റെ ഈ ഒരു മഹത്വത്തെ കൊണ്ടാടി. ഇന്ദ്രന് നേരെ ഭഗവാനുണ്ടായ വിജയം ദേവന്മാർക്ക് അതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല. അവരത് അംഗീകരിച്ചു. കാരണം ആരോടാണ് ഇന്ദ്രൻ ഈ കളിച്ചത്? അത് ഭഗവാൻ കൃഷ്ണനെ മറന്നു. അപ്പോൾ അതിന് കിട്ടിയ ശിക്ഷയാണ്, അല്ലെങ്കിൽ നന്നായേ ഉള്ളൂ എന്ന മട്ടിൽ എല്ലാ ദേവന്മാരും അവരെല്ലാം ബഹുമാനം പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അങ്ങനെ പിന്നീട് അനുരാഗത്തോടുകൂടി ആദരവോടുകൂടിയതായിട്ടുള്ള ഗോപന്മാരാലും ഗോപികമാരാലും കുട്ടികളാലും പശുക്കളാലും എല്ലാം ചുറ്റപ്പെട്ടവനായി ഗോപികമാർ ഭഗവാന്റെ ഗാനങ്ങൾ പാടിക്കൊണ്ട് എല്ലാവരും ആ ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു അല്ലേ? അപ്പം അതിനുശേഷം ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോയ ഗോപന്മാര് ഈ നന്ദനെ വിളിച്ചുകൂട്ടി, എല്ലാവരും സഭ വിളിച്ചു കൂട്ടിയിട്ട് നന്ദനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. ഈ ഉണ്ണി, ഈ 7 വയസ്സുള്ളതായിട്ടുള്ള ബാലൻ ഇത്രയും കാലം കൊണ്ട് എന്തൊക്കെ ലീലകളാണ് ചെയ്തത്? ഇതെല്ലാം ഇവര് നേരെ കണ്ടതാണ്. ഇപ്പോഴാണ് അവർ ഓരോന്നും അടുക്കിപ്പെറുക്കി വെച്ചുകൊണ്ട് കൂട്ടി യോജിപ്പിച്ച് ആലോചിക്കുന്നത്. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ഇത് സാധാരണക്കാരനല്ല, ഇതൊരു പ്രാകൃത ശിശുവല്ല, ഇതൊരു അത്ഭുത പുരുഷനാണ് എന്നുള്ള ബോധ്യം അവർക്ക് വരികയും അങ്ങനെ അവരതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുന്നത്. ആദ്യ ഭാഗം ഗോപന്മാരുടെ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള ഇതുവരെ ചെയ്ത ലീലകളെ ഒന്ന് അനുസ്മരിക്കുന്നതിലൂടെ പിന്നീട് ഈ കൃഷ്ണൻ, ഇങ്ങനെയുള്ള കൃഷ്ണൻ ആരാണ്, എന്താണ് ഈ കൃഷ്ണന്റെ ജാതകം, ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ ഷഡ്വിംശതിതമോऽധ്യായः. ശ്രീശുക ഉവാച. ഏവം വിധാനി കർമാണി ഗോപാ കൃഷ്ണസ്യ വീക്ഷ്യത്തെ അതദ്വീര്യവിദഃ പ്രോജുഃ സമഭ്യേത്യസ്സു വിസ്മിതാഃ. ശ്രീശുക ഉവാച. ഏവം വിധാനി കർമാണി ഗോപാ കൃഷ്ണസ്യ വീക്ഷ്യത്തെ അതദ്വീര്യവിദഃ പ്രോജുഃ സമഭ്യേത്യസ്സു വിസ്മിതാഃ. ശ്രീശുക ഉവാച. ശ്രീശുക ബ്രഹ്മർഷി കഥ തുടരുകയാണ് പരീക്ഷത്തിനോട്. ഏവം വിധാനി കർമാണി ഗോപാഃ കൃഷ്ണസ്യ വീക്ഷ്യത്തെ അതദ്വീര്യവിദഃ പ്രോജുഃ സമഭ്യേത്യ സുവിസ്മിതാഃ. അപ്പോ തേ ഗോപാഃ അതദ്വീര്യവിദഃ, ഈ ഗോപന്മാര് അതദ്വീര്യവിദഃ എന്ന് പറഞ്ഞാലോ ന തദ്വീര്യവിത്തുകൾ, ആ ഭഗവാന്റെ വീര്യം, തദ്വീര്യം എന്ന് പറഞ്ഞാൽ തസ്യ വീര്യം ഭഗവതഃ വീര്യം, ആ ഭഗവാന്റെ വീര്യം, ഭഗവാന്റെ ശക്തി എത്രത്തോളം ഉള്ളതാണ്, എന്താണ് ഭഗവാന്റെ പ്രഭാവം എന്ന് അറിയാത്തവർ. അതാണ് തദ്വീര്യവിദഃ എന്ന് പറഞ്ഞാൽ അവന്റെ വീര്യത്തെ അറിയുന്നവർ. അതിനു മുമ്പിൽ അകാരം ചേർത്തപ്പോഴോ ഓപ്പോസിറ്റായി. അതദ്വീര്യവിദഃ, ഭഗവാന്റെ വീര്യത്തെക്കുറിച്ച് അറിവില്ലാത്തവർ, ഭഗവാന്റെ ശക്തി എന്താണ് എന്ന് അറിയാത്തവർ. ആ ഗോപന്മാര് തേ ഗോപാഃ കൃഷ്ണസ്യ ഏവം വിധാനി കർമാണി വീക്ഷ്യ
ആ കൃഷ്ണന്റെ ഇപ്രകാരമുള്ളതായിട്ടുള്ള കർമ്മങ്ങളെ കണ്ടിട്ട് സുവിസ്മിതാഹ, അവർ വല്ലാതെ ആശ്ചര്യപ്പെട്ടവരായി. ഓരോ കർമ്മങ്ങൾ കഴിയുമ്പോഴും അവരുടെ ഉള്ളിൽ ആശ്ചര്യം കൂടി വരികയാണ്. അങ്ങനെ സുവിസ്മിതാഹ സമഭ്യേത്യ പ്രോജു, സമഭ്യേത്യ സമ്യക്കായി, അഭ്യേത്യ എല്ലാവരും കൂടി സമ്മേളിച്ചിട്ട് നടത്തണം. ഭഗവാന്റെ അടുത്ത് അല്ല, ഇവിടെ നന്ദന്റെ അടുത്തേക്ക് വന്നിട്ട് നടത്താം. അപ്പൊ നന്ദനെ സമീപിച്ചു എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് പോലെ. ഈ മീറ്റിംഗിൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ, അധികം അജണ്ടകളൊന്നുമില്ല. ഈ കൃഷ്ണൻ ആരാണ്, ഈ കൃഷ്ണന്റെ ജാതകത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്, ഇതറിയണം ഈ ഗോപന്മാർക്ക്. വേറൊരു കാര്യമില്ല. അപ്പൊ എല്ലാ ഗോപന്മാരും ആകാംക്ഷയോടെ നന്ദന്റെ അടുത്ത് സമഭ്യേത്യ പ്രോജുഹു എല്ലാവരും കൂടി പറഞ്ഞു എന്നാണ്. അപ്പോൾ ആശ്ചര്യപ്പെട്ട് നന്ദനോട് പറയുന്നതാണ് ആദ്യ ഭാഗം. ബാലകസ്യ യദേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥമർഹത്യസൗ ജന്മ ഗ്രാമ്യേഷു ആത്മജുഗുപ്സിതം. ബാലകസ്യ യദേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥമർഹത്യസൗ ജന്മ ഗ്രാമ്യേഷു ആത്മജുഗുപ്സിതം. ഇപ്പോ ആദ്യമേ അവർ ചിന്തിക്കുന്നതും ചോദിക്കുന്നതുമാണ്. ബാലകസ്യ യത് ഏതാനി കർമാണി അത്യദ്ഭുതാനി വൈ കഥം അർഹതി അസൗ ജന്മ ഗ്രാമ്യേഷു ആത്മജുഗുപ്സിതം. ഒരു ആമുഖമായിട്ട് പറയാൻ ആരംഭിച്ചു. എന്താണ്? ബാലകസ്യ യത് ഏതാനി. അപ്പൊ യാതൊന്നാണോ, യാതൊന്നു കാരണമായിട്ടാണോ ബാലകസ്യ ഏതാനി കർമാണി അത്യത്ഭുതാനി. ഈ ബാലകന്റെ, ഈ കൃഷ്ണനാകുന്ന ബാലകന്റെ കർമ്മങ്ങളെല്ലാം അത്യത്ഭുതങ്ങളായിരിക്കുന്നു. അത്യത്ഭുതങ്ങൾ എന്നാൽ അസാധാരണങ്ങൾ, അലൗകികങ്ങൾ, സാധാരണ കർമ്മങ്ങളല്ല. സാധാരണക്കാരായ ആളുകൾക്കോ വലിയ ശക്തന്മാരായിട്ടുള്ള ആളുകൾക്കോ പോലും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് വെറും ബാലകനായിട്ടുള്ള ഈ കൃഷ്ണൻ ചെയ്യുന്നത്. ഇപ്പൊ ബാലകസ്യ ഏതാനി കർമാണി അത്യത്ഭുതാനി, ഈ ഓരോ കർമ്മങ്ങളും അത്യത്ഭുതങ്ങളായിരിക്കുന്നു. അസൗ ആത്മജുഗുപ്സിതം ഗ്രാമ്യേഷു ജന്മ കഥമർഹതി. അവർ ചോദിക്കുകയാണ്, അസൗ എന്ന് പറഞ്ഞാൽ ഇവൻ, ഈ കൃഷ്ണൻ, ആത്മജുഗുപ്സിതം ഗ്രാമ്യേഷു ജന്മ. ആത്മജുഗുപ്സിതം എന്ന് പറഞ്ഞാൽ തനിക്ക് നിന്ദ്യമായിട്ടുള്ളത്, തനിക്ക് ഉചിതമല്ലാത്തത്, തന്റെ അർഹതയ്ക്ക് യോജിക്കാത്തത്, അല്ലെ? ഭഗവാന്റെ മഹത്വത്തിന് ഈ പശുക്കൾ മേച്ച് നടക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ ജനിക്കേണ്ടത്? സാധാരണ ഈശ്വരന്മാരൊക്കെ എന്ന് പറഞ്ഞാല് വലിയ വലിയ ആളായിട്ടല്ലേ, ദശരഥ പുത്രനായിട്ട്, ചക്രവർത്തി പുത്രനായിട്ട്, രാമനായിട്ടൊക്കെ അവതരിച്ചു, അല്ലേ? അപ്പൊ അതുപോലെ ഓരോ പ്രഗത്ഭരായ മഹാത്മാക്കളുടെ മക്കളായിട്ടൊക്കെയാണ് ഭഗവാൻ മുമ്പൊക്കെ അവതരിച്ചിട്ടുള്ളത്. ഇതിപ്പോ വെറും ഒരു ഗോപാലന്റെ ഗൃഹത്തിലാണ് വന്ന് അവതരിച്ചിരിക്കുന്നത്, പശുവിനെ മേയ്ക്കുന്ന ഒരുത്തൻ. അപ്പൊ അസൗ ആത്മജുഗുപ്സിതം, തനിക്ക് ഉചിതമല്ലാത്ത നിന്ദ്യമായിരിക്കുന്ന ഗ്രാമ്യേഷു ജന്മ. ഗ്രാമ്യേഷു എന്ന് പറഞ്ഞാൽ പ്രാകൃതേഷു, അത്യന്തം സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള, അല്ലെ, പ്രാകൃതന്മാരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ കഥമർഹതി, എങ്ങനെ അറിയിക്കുന്നു, എങ്ങനെ യോജിക്കും? ഇങ്ങനൊരു കുലത്തിൽ ജനിച്ച ഇതുപോലൊരു ഗോപാലബാലൻ ഇത്രയും ഉന്നതങ്ങളായ അത്ഭുതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് യോജിക്കുന്നില്ല. വലിയ വലിയ കൊമ്പത്തെ, അല്ലെ, രാജകൊട്ടാരങ്ങളിലൊക്കെ ജനിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് ഏച്ചുകൂട്ടി എങ്ങനെയെങ്കിലും യുക്തിക്ക് നിരക്കുന്നതാക്കി മാറ്റാൻ പറ്റുമായിരുന്നു. ഇത് പക്ഷേ ഒട്ടും യോജിക്കുന്നില്ല. വെറും ഒരു ഗോപാലബാലനായിട്ട് ജനിച്ച് പശുക്കളെ മേച്ച് നടക്കുന്ന ആ കുലത്തിൽ ജനിച്ചിട്ട് ഇത്രയും വലിയ വലിയ അത്ഭുതങ്ങളായ കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒട്ടും യോജിക്കുന്നില്ല. അനുപപന്നം, അല്ലെ, ഉപപന്നമായിരിക്കുന്നില്ല, യുക്തമായിരിക്കുന്നില്ല, അപ്രോപ്രിയേറ്റ് അല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോ ഇതുപോലെയുള്ള ഗോപകുലത്തിലൊക്കെ ജനിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ഇത്രയും പ്രഭാവമുള്ള ഒരാൾക്ക് എന്ന് ചോദിക്കുകയാണ്, അല്ലേ? നമ്മുടെ ഇന്നത്തെ ലോകത്തും ചിന്തിച്ചാൽ ഒരുപാട് മഹാത്മാക്കള് ഇതുപോലെയുള്ള കുലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്.
നമ്മുടെ അബ്ദുൽ കലാം അല്ലേ, ഇന്ത്യയുടെ പ്രസിഡന്റ് വരെ ആയിത്തീർന്ന മഹാശാസ്ത്രജ്ഞനായിട്ടുള്ള അബ്ദുൽ കലാം ഒരു സാധാരണക്കാരിൽ വെച്ച് ചെറിയ ദാരിദ്ര്യമുള്ള കുടുംബത്തിൽ വന്ന് സ്വന്തം വിദ്യാഭ്യാസത്തിന് എന്താ പറയുക, ഒരു പത്രം ഏജന്റിന്റെ പ്രവൃത്തി എടുത്ത് ദിവസവും രാവിലെ 7ാം ക്ലാസ് തുടങ്ങിയിട്ട് അദ്ദേഹം ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാനായിട്ട് പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടും മറ്റുമൊക്കെയാണ് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അതേപോലെ എത്രയോ മഹാത്മാക്കൾ ഇപ്പോ എല്ലാവർക്കും അത്ഭുതമായിട്ടുള്ള അമൃതാനന്ദമയി ദേവിയെ നോക്കുക. അവര് എങ്ങനെയുള്ള ഒരു കുലത്തിലാണ് ജനിച്ചത്? ഒരു അല്ലേ, കടലോരത്ത് മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്നതായിട്ടുള്ള ഒരു കുടുംബത്തിൽ, ഒരു സാധാരണ കുടുംബത്തിൽ, എന്നിട്ട് അവിടുന്ന് ഏത് ഉയരങ്ങളിലെത്തി. ഇപ്പൊ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാതെ 4ാം ക്ലാസ് വിദ്യാഭ്യാസവും മറ്റേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഉയരത്തിലെത്തി എത്രയോ ആളുകൾക്ക് ആശ്വാസം പകരുന്ന, സ്നേഹം കൊടുക്കുന്ന അമ്മയായി നിറഞ്ഞിരിക്കുന്നു ലോകം മുഴുവൻ. ഇത് ഉചിതമായിട്ട് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇതുപോലെ എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റും കാണാം. നമ്മുടെ മോദിജിയുടെ കാര്യം ആലോചിച്ചാൽ നോക്കൂ. ഇന്നിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവിടുത്തെ ഏറ്റവും വലിയ അവാർഡുകളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ഇനിയിപ്പോൾ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് വരെ അദ്ദേഹത്തിന് കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത് തന്നെ. അപ്പൊ ഏത് ഗൃഹത്തിലാണ് ജനിച്ചത്? ഒരു ദാരിദ്ര്യമുള്ള റെയിൽവേ സ്റ്റേഷനിൽ ചായ കച്ചവടം നടത്തുന്നതായിട്ടുള്ള ഒരാളുടെ മകനായിട്ട്, എന്നിട്ടോ താനും ആ കൂട്ടത്തിൽ ചായ വിൽക്കാനായിട്ട് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ സഹായിക്കാനായിട്ട് പോകണു. ട്രെയിനുകൾ വരുമ്പോൾ ട്രെയിനുകളുടെ പിന്നാലെ ചായ 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 എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് പോകാൻ. അപ്പൊ നോക്കൂ, അങ്ങനെ ഒരു കുലത്തിൽ ജനിച്ച് അങ്ങനെ ഒരു കുടുംബത്തിൽ വന്നിട്ട് ഇപ്പൊ ലോകം മുഴുവൻ ബഹുമാനിക്കുന്ന ഏത് രാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരും ഇദ്ദേഹത്തെ കാണുമ്പോൾ എതിരേറ്റ് ചെന്ന് കെട്ടിപ്പിടിക്കാനും കൈകൊടുക്കാനും നമസ്കരിക്കാനും വരെ. വൈദേശിക സംസ്കാരത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് പതിവേ ഇല്ല. ഇത് പല നേതാക്കന്മാരും പല രാഷ്ട്രത്തലവന്മാരും ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കാലുതൊട്ട് വന്നിച്ചിട്ടാണ്. കാരണം അവരിദ്ദേഹത്തെ വാച്ച് ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം പ്രായമായവരെയൊക്കെ കാണുമ്പോൾ കാലുതൊട്ട് വന്ദിക്കുന്നത് ശീലമായിരിക്കുന്നു. അത് കാണുന്നുണ്ട് എത്രയോ വീഡിയോകളിൽ. വൃദ്ധരായിട്ടുള്ളവരൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ അദ്ദേഹം അവരുടെ കാല് തൊട്ട് വണങ്ങിയിട്ടാണ് അവരെ സ്വീകരിക്കുന്നത്. അവര് തിരിച്ച് കാല് തൊട്ട് വന്ദിക്കാൻ അദ്ദേഹം സമ്മതിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കാണുമ്പോൾ എന്താ പറയുക, ഇവരും ആ സ്വഭാവം വന്നു ചേരുന്നു. എന്നിട്ട് ഇനി കിട്ടാത്ത അംഗീകാരങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. എല്ലാ ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് അവിടുത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബഹുമതികൾ, ഇവിടെ ഭാരതത്തിൽ എങ്ങനെയാണോ ഭാരതരത്നം, അതുപോലെയുള്ള മറ്റ് രാഷ്ട്രങ്ങളിലൊക്കെയുള്ള ഏറ്റവും ഉന്നതങ്ങളായിട്ടുള്ള പദവികൾ അദ്ദേഹത്തിന് കൊടുത്ത് അവർ അംഗീകരിക്കുന്നു. അപ്പോൾ നോക്കൂ, എത്ര നിസ്സാരമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അത് യോജിക്കുന്നുണ്ടോ ഈ കുടുംബത്തിൽ ജനിച്ച ഒരാൾ ഈ ഒരു ഉന്നത പദവിയിലേക്ക്? ഇങ്ങനെ ഈ കാലത്തും ഉണ്ട് അതുപോലെയുള്ളത്. അപ്പൊ അതിന്റെ ഒരു വലിയ പതിപ്പാണ് ഭഗവാൻ. ഇതിനേക്കാളൊക്കെ അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു പതിപ്പാണ് ഭഗവാൻ എന്ന് പറയുക. വെറും എന്താ പറയുക, പശുക്കളെ മേച്ച് നടക്കുന്ന ആളുകളുടെ ഇടയിൽ, പ്രാകൃതന്മാരുടെ ഇടയിൽ വന്നിട്ട് ഈ പോലെയുള്ളതായിട്ടുള്ള അത്ഭുതങ്ങളായിട്ടുള്ള കൃത്യങ്ങൾ ചെയ്യുക, ദേവന്മാരെ പോലും പരാജയപ്പെടുത്തുക, വെല്ലുവിളിക്കുക, അങ്ങനെയുള്ള ഉന്നതമായിട്ടുള്ള കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. അതാണ് ഇത് എങ്ങനെ ചേരുന്നു എന്ന് അവർ ചോദിക്കുകയാണ്. ബാലകസ്യ യതേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥമർഹത്യസൗ ജന്മ ഗ്രാമ്യേഷു ആത്മജുഗുപ്സിതം യസപ്തഹായനോ ബാലഃ കരേണൈകേന ലീലയാ കഥം ബിഭ്രദ്ഗിരിവരം പുഷ്കരം ഗജരാടിവ. യസപ്തഹായനോ ബാലഃ കരേണൈകേന ലീലയാ കഥം ബിഭ്രദ്ഗിരിവരം പുഷ്കരം ഗജരാടിവ. അവര് ഇനി ഭഗവാൻ ചെയ്ത ഓരോരോ കാര്യങ്ങളെയും എണ്ണി എണ്ണി ഓർമ്മിക്കുകയാണ്, കണക്കെടുക്കുകയാണ്.
എന്തൊക്കെ അത്ഭുത കർമ്മങ്ങളാണ് ഭഗവാൻ ചെയ്തത് എന്ന് പരസ്പരം ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കൃഷ്ണൻ നമ്മുടെ കൂട്ടത്തിൽ ജനിക്കേണ്ട ആളല്ല. എങ്ങനെയോ അല്ലേ, ആർക്കോ തെറ്റുപറ്റി, ബ്രഹ്മദേവനോ ആർക്കാ തെറ്റുപറ്റിയെന്നറിയില്ല, എങ്ങനെയോ വന്ന് ഈ ഗോകുലത്തിൽ വന്ന് ജനിച്ചു. അതോ നമ്മുടെ ഭാഗ്യമോ അല്ലേ? ബ്രഹ്മദേവന് കണക്ക് തെറ്റിയതോ, സ്ഥലം മാറി വിട്ടതോ, അല്ല ഈശ്വരൻ തന്നെ സ്വയം തെറ്റിച്ചതാണോ, തനിക്കിത് മതി എന്ന് തീരുമാനിച്ചതാണോ, അതോ നമ്മുടെ ഭാഗ്യമാണോ എന്നൊക്കെയാണ് അവര് ചിന്തിക്കുന്നത്. അപ്പോ യഹ സപ്തഹായന ബാലഹ, ഏതൊരുവനാണോ വെറും 7 വയസ്സ് മാത്രം, ഹായനം എന്ന് പറഞ്ഞാൽ 2 അയനങ്ങൾ ചേർന്നതാണ് ഒരു ഹായനം. ഇപ്പൊ 2 അയനം ചേർന്നാൽ എന്താ? 1 വർഷം. അപ്പോ സപ്തഹായന എന്ന് വെച്ചാൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള യഹ ബാലഹ, ഏതൊരു കുട്ടിയാണോ ഒരു ഗജരാട് പുഷ്കരം ഇവ ഗിരിവരം ലീലയാ ഏകേന കരേണ ബിഭ്രത് കഥം സ്ഥിത. ഒരു ഗജരാട്, ഗജരാജാവ്, വലിയ ഗജേന്ദ്രൻ, പുഷ്കരം ഇവ, പുഷ്കരം എന്ന് പറഞ്ഞാൽ ഒരു താമര, പൊയ്കയിൽ നിന്നൊരു താമര പറിക്കുന്ന ലാഘവത്തോടെ. ആനയ്ക്ക് താമര പറിക്കാൻ വല്ല പ്രയാസമുണ്ടോ? തുമ്പിക്കൈ അങ്ങോട്ട് നീട്ടിയിട്ട് പിടിച്ച് വലിച്ചാൽ എത്ര താമര വേണമെങ്കിൽ കൂടെ പോരും. അപ്പൊ ഒരു ആന താമര പറിക്കുന്ന ലാഘവത്തോടെ ഗിരിവരം, ഈ ഗോവർദ്ധന ഗിരിവരത്തെ ലീലയാ ഏകേന കരേണ വിഭ്രത്, വളരെ അനായാസമായിട്ട് ലീലയായിട്ട് കളിക്കുന്ന കുട്ടികളെ പോലെ ഏകേന കരേണ, ഒറ്റ കൈ കൊണ്ട് വിഭ്രത്, ഭരിച്ചുകൊണ്ട് ചുമക്കുന്നവനായിട്ട് കഥം സ്ഥിത, എങ്ങനെ നിന്നു? 7 ദിവസം അല്ലേ? 7 വയസ്സ് പ്രായമുള്ള ബാലൻ 7 ദിവസം ഇത്രയും വലിയ പർവ്വതത്തെ, ഗിരിവരത്തെ ഒരു ആന ഒരു താമര പറിക്കുന്ന ലാഘവത്തോടെ പറിച്ചുകൊണ്ട് ചുമന്നു നിന്നു. അത്ഭുതമല്ലേ? എങ്ങനെ ഇത് നമുക്ക് വിശ്വസിക്കാനാവുന്നു? അപ്പോ ആ ഭഗവാന്റെ ലീലകൾ അവർ വർണ്ണിക്കാൻ തുടങ്ങുകയാണ്. 12 ശ്ലോകങ്ങളിലാണ് ഇങ്ങനെ ഭഗവാന്റെ ഓരോ ലീലകളും അവർ എണ്ണി എണ്ണി പറയുന്നത്. തോകേനാമീലിതാക്ഷേണ പൂതനായാ മഹൗജസഃ പീതസ്തനഃ സഹ പ്രാണൈഃ കാലേനേവ വയസ്തനോഃ. തോകേനാമീലിതാക്ഷേണ പൂതനായാ മഹൗജസഃ പീതസ്തനഃ സഹ പ്രാണൈഃ കാലേനേവ വയസ്തനോഃ. നീ ആദ്യം തൊട്ട് തുടങ്ങുകയായി. ആദ്യത്തെ ലീല എന്തായിരുന്നു? പൂതനാമോക്ഷം അല്ലേ? അവ പൂതന എന്ന രാക്ഷസി കുട്ടിക്ക് വിഷം കലർന്ന പാല് കുടിക്കാനായിട്ട് കൊടുക്കാനായിട്ട് വന്നതായിട്ടുള്ള സമയത്ത് ആ ഭഗവാൻ എങ്ങനെയാണ് ആ പൂതനയെ വധിച്ച് എല്ലാവരെയും രക്ഷിച്ചത്? അതാണ് തോകേന ആമീലിതാക്ഷേണ പൂതനായ മഹൗജസഃ പീതഃ സ്തനഃ സഹ പ്രാണൈഃ. അതിന് ഉദാഹരണം പറഞ്ഞതാണ്, ഉപമ പറഞ്ഞതാണ്, കാലേന ഇവ വയസ്തനോഹോ. അപ്പോ നമ്മുടെ ഭഗവാൻ എന്താ ചെയ്തത്? പൂതനയെ തോകനായിരുന്നു. തോകൻ എന്നാൽ ബാലൻ. ചെറിയ കുട്ടികൾക്ക്, ശിശുക്കൾക്കാണ് തോകന്മാർ എന്ന് പറയുക. അപ്പൊ തോകേന എങ്ങനെ? ആമീലിതാക്ഷേണ, കണ്ണടച്ചു പിടിച്ചിട്ട്. പൂതനയ്ക്ക് ഭഗവാൻ കണ്ണു തുറന്ന് കാണിച്ചു കൊടുത്തില്ലല്ലോ. ഒന്നും അറിയാത്ത പോലെ ചരാചരാത്മാസ നിമീലിതേക്ഷണ എന്ന് അവിടെ പറഞ്ഞു. അപ്പോ ആ എല്ലാം അറിയുന്ന ഭഗവാൻ ഒന്നും അറിയാത്തവനെ പോലെ കണ്ണടച്ച് ഈ പൂതനയുടെ പാല് കുടിച്ചു അല്ലേ? അതാണ് ആമീലിതാക്ഷേണ തോകേന മഹൗജസഃ. ഭയങ്കര ശക്തിശാലിനിയായ പൂതനായാഹ, ആ പൂതനയുടെ അല്ലെ, ശക്തിശാലിനിയാണ് അവൾ, ഭയങ്കര രാക്ഷസിയാണ്. അങ്ങനെയുള്ള പൂതനായാഹ പ്രാണൈഹി സഹ സ്തനം പീതഃ, പ്രാണങ്ങളോടുകൂടി, അവളുടെ പ്രാണനോടുകൂടി അവളുടെ സ്തനത്തെ കുടിച്ചുവല്ലോ, കുടിച്ചവനായല്ലോ ഈ കുട്ടി. ഏതുപോലെ? തനോഹോ വയഃ കാലേന ഇവ. തനു എന്നാൽ ശരീരം, ദേഹം. ദേഹത്തിന്റെ ആയുസ്സാണ് വയസ്സ്. അപ്പൊ ദേഹത്തിന്റെ ആയുസ് കാലം എങ്ങനെ അപഹരിക്കുന്നുവോ അല്ലെ, കാലൻ എങ്ങനെ അപഹരിക്കുന്നുവോ അതുപോലെ ഇവളുടെ പ്രാണനെ ഭഗവാൻ ആരും അറിയാതെ അപഹരിച്ചു. അതാണ് ഇവിടെ കാലനോട് ഉപമിച്ചത്. കാലം ദേഹത്തിന്റെ ആയുസ്സിനെ അപഹരിക്കുന്നത് നമ്മളാരും അറിയുന്നില്ല.
നമ്മൾ കുറെ കഴിഞ്ഞിട്ടാണ് കണ്ണാടി നോക്കുമ്പോൾ അറിയുന്നത്, അല്ലേ? അയ്യോ, തല നരച്ചിരിക്കണു, നെറ്റി മുഖമൊക്കെ ചുളുങ്ങിയിരിക്കണു, ദേഹമൊക്കെ വല്ലാതെ ആയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നത് കുറെ കഴിഞ്ഞിട്ടാണ്. അത് പതുക്കെ ആരും അറിയാതെയാണ് നമ്മുടെ ശരീരത്തിന്റെ ആയുസ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലം ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഭഗവാൻ ഈ പൂതനയുടെ ആയുസ്സിനെ അല്ലെങ്കിൽ പൂതനയുടെ പ്രാണനെ ആരും അറിയാതെ മനുങ്ങനെ എന്ന് പറയില്ലേ, രഹസ്യമായിട്ട് കുടിച്ചു. അവൾ മരിച്ചു വീണ് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു, അയ്യോ, അവളുടെ പ്രാണനെ ഭഗവാൻ കുടിച്ചു എന്നുള്ളത്. പിന്നീട് ചിന്തിക്കുമ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അല്ലാതെ ആർക്കും മനസ്സിലായില്ല ഇവൾക്ക് മരണം എങ്ങനെയാ സംഭവിച്ചതെന്ന് പോലും ആ മരണസമയത്ത് ആരും ചിന്തിച്ചിട്ടില്ല. എന്തോ അത്ഭുതം സംഭവിച്ചു, ഏതോ ഈശ്വരൻ അനുഗ്രഹിച്ചു. അല്ലാതെ ഈ കുട്ടി അവളുടെ പ്രാണൻ കുടിച്ചു എന്ന് അപ്പം ചിന്തിച്ചിട്ടില്ല അവര്. ഇപ്പോഴാണ് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്. തോഗേനാമീലിതാക്ഷേണ പൂതനായാമഹൗജസഃ പീതസ്തനഃ പ്രാണൈഃ കാലേനേവ വയസ്തനോഃ ഹിന്വദോദശയാനസ്യ മാസ്യസ്യ ചരണൗദക അനോപതദ്വിപര്യസ്തം രുദതഃ പ്രപദാഹതം ഹിന്വദോദശയാനസ്യ മാസ്യസ്യ ചരണാവുദക അനോപതദ്വിപര്യസ്തം രുദതഃ പ്രപദാഹതം. ഹിന്വതഃ അധഃ ശയാനസ്യ മാസ്യസ്യ ചരണൗ ഉദക അനോ അപതത് വിപര്യസ്തം രുദതഃ പ്രപദാഹതം. ആ ശകടാസുരനെ വധിച്ച കഥ ഓർമ്മിക്കുകയാണ്. ഇവിടെ ശകടാസുരന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ ശകടത്തെ വെറും 3 മാസം പ്രായമുള്ള കുട്ടി ചവിട്ടി തകർത്ത് കളഞ്ഞൂല്ലോ. അതാണ് അധശയാനസ്യ മാസ്യസ്യ. അധശയാനൻ എന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്നവൻ, വണ്ടിയുടെ അടിയിൽ കിടക്കുന്നവനും, മാസ്യം എന്ന് പറഞ്ഞാൽ ഏതാനും മാസങ്ങൾ മാത്രം പ്രായമായവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ 3 മാസം നമ്മൾ കഥയിൽ വായിച്ചിട്ടുണ്ട്, അല്ലേ? 3ാമത്തെ ജന്മ നക്ഷത്രം വന്നപ്പോൾ എന്ന് വെച്ചാൽ 90 ദിവസം തികഞ്ഞിട്ടില്ല, 84 ദിവസമേ ആയിട്ടുണ്ടാവുള്ളൂ, അല്ലേ? 3ാമത്തെ ജന്മനക്ഷത്രം എന്ന് പറയുമ്പോൾ 28, 56, 84. ആ ദിവസം സ്നാനമൊക്കെ കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കുട്ടിക്ക് പാലൊക്കെ കൊടുത്ത് ഉറക്കം വന്നപ്പോൾ കുട്ടിയെ യശോദ വണ്ടിയുടെ അടിയിൽ കിടത്തിയിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ കരയുന്ന മാതിരി കാലുകൾ കുടഞ്ഞതും ആ വണ്ടി തകർന്ന് വീണതും. അപ്പൊ അതാണ് ഇവിടെ അധശയാനസ്യ മാസ്യസ്യ, ഏതാനും മാസങ്ങൾ മാത്രം പ്രായമുള്ളവനും, രുദതഃ കരയുന്നവനും ആയിട്ടുള്ള അവന്റെ ചരണൗ ഉദക ഹിന്വതഃ. ചരണൗ 2 കാലുകളെയും, ഉദക എന്ന് പറഞ്ഞാൽ ഊർധ്വഭാഗത്തേക്ക് മുകളിലോട്ട്. ഉദകിന് വടക്ക് എന്നും അർത്ഥമുണ്ട്. വടക്ക് ഭാഗം മുകൾ ഭാഗമാണ്. നമുക്ക് ഭാരതത്തിന്റെ വടക്ക് ഭാഗം മുകൾ ഭാഗമാണ്. അതുകൊണ്ട് ഉദക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് എന്നും അർത്ഥം. ഊർധ്വഭാഗത്തേക്ക് ഹിന്വതഃ, കുടയുന്നവനായിരിക്കുന്ന, കാല് കുടഞ്ഞു കരയുന്നവനായിരിക്കുന്ന ആ കുട്ടിയുടെ പ്രപദാഹതം അനഹ. അനഹ എന്ന് പറഞ്ഞാൽ അനസ് എന്ന് പറഞ്ഞാൽ വണ്ടി, കാളവണ്ടിക്കാണ് അനസ് എന്ന് പറയുക. അതിനെ വഹിക്കുന്നവൻ കാള അനഡ്വാൻ, അനസിനെ വഹിക്കുന്നവൻ അനഡ്വാൻ. ഇവിടെ അനഹ പ്രപദാഹതം. പ്രപദാഹതം ആ കാലടി കൊണ്ട് ഹനിക്കപ്പെട്ടു. ഭഗവാന്റെ കാലടി കൊണ്ട്, പ്രപദം കൊണ്ടൊന്ന് ഹനിക്കപ്പെട്ടു. ആ എന്താ പറയുക, തളിര് പോലെയുള്ള ഉള്ളംകാലാണ് ഭഗവാന്റെ. പൂക്കളെക്കാൾ മൃദുവായിട്ടുള്ളതാണ് ഭഗവാന്റെ കാല്. അങ്ങനെയുള്ള ആ കാലുകൊണ്ട് അനഹ വിപര്യസ്തം അപതത്. അനഹ ആ വണ്ടി വിപര്യസ്തം എന്ന് പറഞ്ഞാലോ വിപരീതമായി ഭവിച്ചിട്ട്. എന്താ വിപരീതമായി ഭവിക്കല്? ഗാഡി വിഗടി, അല്ലെ? വ്യഗടി. കൂടിച്ചേർന്നിരുന്ന എല്ലാ അവയവങ്ങളോടും കൂടിയിരുന്നതായിട്ടുള്ള ഗാഡി എല്ലാം ഘടിപ്പിച്ചിരുന്നത് വിഘടിച്ചു പോയി. അതാണ് വിപരീതമായി ഭവിച്ചത്. വിപര്യസ്തം അപതത്, എല്ലാം ഛിന്ന ഭിന്നമായി പതിച്ചുവല്ലോ. വെറും ഉള്ളംകാലിന്റെ ചെറിയൊരു സ്പർശം, ഒരു പതനം ഏറ്റിട്ട് വെറും മാസങ്ങൾ മാത്രം പ്രായമുള്ളതായിട്ടുള്ള ഈ ഉണ്ണിക്കണ്ണന്റെ ആ കാലിന്റെ പ്രഹരമേറ്റ് എത്ര വലിയ വണ്ടിയാണ് തകർന്നു വീണത്. ഇത് ആശ്ചര്യമല്ലേ? ഇത് സാധാരണ സംഭവിക്കുന്ന കാര്യമാണോ? കൊച്ചുകുട്ടികളാണെങ്കിൽ ഇങ്ങനെ കരയുമ്പോൾ കാല് തട്ടിയാൽ അവര് അതിൽ അധികം കരയും.
കാല് വേദനിച്ചിട്ട്, അല്ലേ? ഇപ്പോ അങ്ങനെ ഉണ്ടായില്ല, ആ വണ്ടിയാണ് തകർന്നു വീണത്. ഹിന്വതോദശ്രയാനസ്യ മാസ്യസ്യ ചരണാബുദക അനോപതദ്വിപര്യസ്തം രുദത പ്രപദാഹതം ഏകഹായന ആസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന യസ്തൃണാവർത്തം അഹൻ കണ്ഡഗ്രഹാതുരം. ഏകഹായന ആസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന യസ്തൃണാവർത്തം അഹൻ കണ്ഡഗ്രഹാതുരം. ഏകഹായന, അപ്പൊ 1 വയസ്സ് തികഞ്ഞപ്പോഴാണ് തൃണാവർത്ത വധം ഉണ്ടായിരിക്കുന്നത്. ആ 1 വയസ്സ് തികഞ്ഞ കുട്ടി, അവൻ അല്ലേ ഗൃഹത്തിന്റെ പുറത്ത് കോലായില് ആസീനഹ ഇരിക്കുന്നതായുള്ള സമയത്ത് അമ്മ കടത്തിയിട്ട് പോയില്ലോ, ഭാരം കൂടുതൽ തോന്നിയിട്ട്. അങ്ങനെ ആസീനഹ ഇരിക്കുന്നതായിട്ടുള്ള കുട്ടിയെ ദൈത്യേന വിഹായസാഹ്രിയമാണഹ, ആ ദൈത്യൻ തൃണാവർത്തൻ എന്ന ദൈത്യനാൽ വിഹായസ ആകാശത്തിലൂടെ ഹ്രിയമാണഹ ഹരിക്കപ്പെട്ടു ഹരിക്കപ്പെടുമ്പോൾ തൃണാവർത്തം കണ്ഡഗ്രഹാതുരം അഹന്, ആ തൃണാവർത്തനെ, ആ ചുഴലിക്കാറ്റായിട്ട് വന്ന അസുരനെ കണ്ഡഗ്രഹ ആതുരം, കഴുത്തിൽ പിടിച്ച് ആതുരനാക്കിയിട്ട് അവശനാക്കിയിട്ട് ദുഃഖിപ്പിച്ചുകൊണ്ട് അഹൻ, അവനെ ഹനിച്ചുവല്ലോ. അപ്പൊ വെറും 1 വയസ്സ് മാത്രമുള്ളപ്പോ ഈ തൃണാവർത്തനെ പോലെ ശക്തനായിട്ടുള്ള ഒരു അസുരനെ കണ്ടത്തിൽ ഗ്രഹിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ഉള്ള സാമർഥ്യം ഇവനുണ്ടായിരുന്നു. അത് ആശ്ചര്യമല്ലേ? ഇതെങ്ങനെ സംഭവിച്ചു? ഇവൻ സാധാരണക്കാരനല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവൻ ഇവിടെയൊന്നും നിൽക്കേണ്ടവനല്ല, ഇവിടെ ജനിക്കേണ്ടവനല്ല. ക്വചിത് ഹയ്യംഗവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂഖലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യാം തൗ അപാദയത്. ക്വചിത് ഹയ്യംഗവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂഖലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യാം തൗ അപാദയത്. ഇനി ആ 2 വൃക്ഷങ്ങൾ, അർജുന വൃക്ഷങ്ങളെ അല്ലേ വീഴ്ത്തിയിട്ടതായിട്ടുള്ള കഥ അത് ഓർമ്മിക്കുന്നു. ക്വചിത്, ഒരിക്കൽ 4 വയസ്സുള്ളപ്പോഴാണ് അല്ലേ, ഹയ്യംഗവസ്തൈന്യേ, ഹയ്യംഗവം വെണ്ണ, അതിന്റെ സ്ഥൈന്യം കട്ടു തിന്നുന്ന പരിപാടിയിൽ. അപ്പൊ വെണ്ണ കട്ടു തിന്നുന്നതായിട്ടുള്ള സന്ദർഭത്തില് മാത്രാ ഉലൂകലേ ബദ്ധ, അമ്മയാൽ ഉരലിൽ പിടിച്ച് ബന്ധിക്കപ്പെട്ടു, ദാമോദരനാക്കപ്പെട്ടു. അങ്ങനെ അമ്മ ഉരലിൽ പിടിച്ച് കെട്ടിയതായിട്ടുള്ള സമയത്ത് മാത്രാ ഉലൂകലേ ബദ്ധ അർജുനയോഹോ മധ്യേ ബാഹുഭ്യാം ഗച്ഛന്, ആ അർജുനയോഹോ 2 അർജുന വൃക്ഷങ്ങളുടെ മധ്യത്തിലേക്ക് ബാഹുഭ്യാം ഗച്ഛന്, കൈകൾ നിലത്തൂന്നിക്കൊണ്ട് മുട്ടുകുത്തിക്കൊണ്ട് ഉരലും വലിച്ചുകൊണ്ട് ആ 2 വൃക്ഷങ്ങളുടെയും ഇടയിലേക്ക് ചെന്നിട്ട് തൗ അപാദയത്, ആ 2 വൃക്ഷങ്ങളെയും പതിപ്പിച്ചു കളഞ്ഞില്ലേ. വെറും 4 വയസ്സുള്ളതായിട്ടുള്ള ബാലൻ. അപ്പൊ ഈ കുട്ടിയുടെ ശക്തി എന്താണ് വിശ്വസിക്കാനാവുന്നില്ലല്ലോ. വലിയ വലിയ ആനകൾ വിചാരിച്ചാൽ മറിച്ചിടാൻ പറ്റാത്തതായിട്ടുള്ള വൃക്ഷങ്ങളായിരുന്നു അർജുന വൃക്ഷങ്ങൾ. മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും ആവാത്തത്. അങ്ങനെയുള്ള വൃക്ഷങ്ങളെ 2 എണ്ണത്തിനെയാണ്, ഒന്നുമല്ല, ജീർണിച്ചതുമല്ല, വലിയ വൃക്ഷങ്ങളാണ്. അവയെ ഈ കുട്ടി എത്ര ലാഘവത്തോടെ മറിച്ചിട്ടു. ക്വചിത് ഹയ്യംഗവസ്തൈന്യേ മാത്രാബദ്ധൗലൂഖലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യാം തൗ അപാദയത്. വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈർവൃതഃ ഹന്തുകാമം ഭഗം ദോർഭ്യാം മുഖദോരിം അപാടയത്. വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈർവൃതഃ ഹന്തുകാമം ഭഗം ദോർഭ്യാം മുഖദോരിം അപാടയത്. ബകാസുരനെ വധിച്ച കഥ ഓർക്കുകയാണ്. ആ കൊക്കിന്റെ രൂപത്തിൽ വന്ന് വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കാൻ നടക്കുന്നതായിട്ടുള്ള കൃഷ്ണനെ കൊല്ലാനായിട്ട് വന്ന പൂതനയുടെ സഹോദരനായ ബകാസുരൻ. അതാണ് ബാലകൈഹി വൃതഃ സരാമഃ വത്സാൻ വനേ സഞ്ചാരയൻ. ആ ഭഗവാൻ കൃഷ്ണൻ 4 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, 5 വയസ്സാവുന്നതിന് മുമ്പാണ്. ബാലകൈഹി വൃതഃ, ഗോപാല ബാലന്മാരോട് ചുറ്റപ്പെട്ടവനായി, സരാമഃ രാമനോടുകൂടെ, ഏട്ടനോടുകൂടെ, വത്സാൻ വനേ സഞ്ചാരയൻ പശുക്കുട്ടികളെ
ആ വനത്തിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹന്തുകാമം ബകം അരിം മുഖതഃ ദോർഭ്യാം അപാടയത്. ഹന്തുകാമം ബകം അരിം, കൊല്ലാൻ ആഗ്രഹിച്ചു വന്നവനായ ബകൻ എന്ന ശത്രുവിനെ, ബകാസുരൻ എന്ന ശത്രുവിനെ, കൊക്കിന്റെ രൂപത്തിൽ വന്ന ആ ശത്രുവിനെ മുഖതഃ, അവന്റെ കൊക്കുകൾ, മുഖം, ആ കൊക്കിന്റെ വായ, ആ രണ്ട് വായകളെയും രണ്ടിനെയും പിളർത്തിക്കൊണ്ട് ദോർഭ്യാം അപാടയത്, രണ്ട് കൈകളെ കൊണ്ടും പാടനം ചെയ്തു. പാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കീറുക, പിളർക്കുക എന്നൊക്കെ അർത്ഥം. പിച്ച് ചീന്തി അവന്റെ കീഴ്ചുണ്ടും മേൽചുണ്ടും പിടിച്ച് രണ്ടിനെയും രണ്ട് വശത്തേക്ക് വലിച്ചു കീറി അവന്റെ പ്രാണനെ എടുത്തു, അവനെ കൊന്നുകളഞ്ഞു. അപ്പൊ ആ ബകാസുരനെ പശുക്കളെ മേയ്ക്കുന്ന സന്ദർഭത്തിൽ കൊന്നതായിട്ടുള്ള കാര്യം ആലോചിക്കുമ്പോൾ സാധാരണ കുട്ടികൾക്ക് സാധിക്കുമോ? സാധാരണ മനുഷ്യന്മാർക്ക് സാധിക്കുമോ? എത്ര ശക്തന്മാർക്ക് പോലും സാധിക്കാത്ത കാര്യമാണ് ഈ കുട്ടി ചെയ്തത്. വനേ സഞ്ചാരയന്തോ വത്സാൻ സരാമോ ബാലകൈർവൃതഃ ഹന്തുകാമം ബകം ദോർഭ്യാം മുഖതോരിം അപാടയത്. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗാംസയ ഹത്വാ ന്യപാദയത്തേന കവിത്താനി ചലീലയാ. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗാംസയ ഹത്വാ ന്യപാദയത്തേന കവിത്താനി ചലീലയാ. വത്സാസുരവധം. വത്സാസുരൻ വത്സന്റെ രൂപത്തിൽ, പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന് അസുരനെ വധിച്ച കഥ പറയുകയാണ്. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗാംസയ. ജിഗാംസ എന്ന് പറഞ്ഞാൽ ഹന്തുമിച്ച, കൊല്ലാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് വത്സേഷു, വത്സന്മാരുടെ ഇടയിലേക്ക്, പശുക്കുട്ടികളുടെ ഇടയിലേക്ക് വത്സരൂപേണ പ്രവിശന്തം, പശുക്കുട്ടിയുടെ രൂപത്തിൽ പ്രവേശിക്കുന്നവനായിരിക്കുന്ന ആ അസുരനെ, വത്സാസുരനെ ഹത്വ, കൊന്നിട്ട് തേന ലീലയാ, അവനെ കൊണ്ട് ലീലയായിട്ട് ഭഗവാൻ കറക്കി, അല്ലേ? ആ പശുക്കുട്ടിയുടെ പിൻകാലുകളെ പിടിച്ച് ഒന്ന് കറക്കി, എന്നിട്ട് കബിത്താനിന്യപാതയത്, ആ കബിത്ത വൃക്ഷത്തിലേക്ക് എറിഞ്ഞു. അപ്പോഴോ ആ വൃക്ഷത്തിൽ നിന്ന് വ്ളാറങ്ങ എന്നുള്ളതായിട്ടുള്ള പഴങ്ങള് വീണു എന്നർത്ഥം. അപ്പൊ അതും ആശ്ചര്യമല്ലേ? ആ വത്സാസുരന്റെ ശരീരം എറിഞ്ഞ് അതുകൊണ്ട് തന്നെ വ്ളാറങ്ങകളെ ഇവൻ എങ്ങനെ വീഴ്ത്തി? എത്ര ശക്തനാണിവൻ! അപ്പൊ ഇവൻ സാധാരണക്കാരനാണോ? ആശ്ചര്യം തന്നെ, ആശ്ചര്യം തന്നെ. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഗാംസയ ഹത്വാ ന്യപാദയത്തേന കഭിത്താനി ചലീലയ. ഹത്വാ രാസപദൈതേയം തദ്ബന്ധൂംശ്ച ബലാന്വിതഃ ചക്രേ താലവനം ക്ഷേമം പരിപക്വബലാന്വിതം. ഹത്വാ രാസപദൈതേയം തദ്ബന്ധൂംശ്ച ബലാന്വിതഃ ചക്രേ താലവനം ക്ഷേമം പരിപക്വബലാന്വിതം. ധേനുകാസുരവധത്തെ ഓർമ്മിക്കുകയാണ്. അതാണ് ബലാന്വിത. ഏട്ടനായ ബലരാമനോടുകൂടെ ചെന്നിട്ട് രാസപദൈതേയം, ആ രാസപദൈതേയൻ എന്നാൽ കഴുതയുടെ രൂപത്തിലുള്ള അസുരൻ, ധേനുകാസുരൻ. ആ ധേനുകാസുരനെയും തദ്ബന്ധൂഞ്ച ഹത്വ, അവന്റെ ബന്ധുക്കളായ മറ്റു കഴുതകളെയും കൊന്നിട്ട് താലവനം പരിപക്വഫലാന്വിതം ക്ഷേമം ചക്രേ, ആ താലവനത്തെ എല്ലാവർക്കും ഉപയോഗപ്രദമാക്കി മാറ്റിക്കൊണ്ട്, എല്ലാവർക്കും തുറന്നു കൊടുത്തുകൊണ്ട്, പരിപക്വങ്ങളായ ഫലങ്ങളോടുകൂടിയതായിട്ടും എല്ലാവർക്കും പ്രവേശയോഗ്യമായിട്ടും ക്ഷേമകരമായിട്ടും, അല്ലേ, യോഗക്ഷേമത്തിനായിക്കൊണ്ട്, ലോകക്ഷേമത്തിനായിക്കൊണ്ട് ചക്രേ ചെയ്തു. അപ്പൊ എല്ലാവർക്കും അനുഗ്രഹമാക്കിക്കൊണ്ട് ആ താലവനം സമൃദ്ധമായി തുറന്നു കൊടുത്തു. അതിന് ഈ ധേനുകാസുരനെ വധിച്ചു. ഇത് സാധാരണ സംഭവമാണോ? ആശ്ചര്യമല്ലേ? ഹത്വാ രാസപദൈതേയം തദ്ബന്ധൂംശ്ച ബലാന്വിതഃ ചക്രേ താലവനം ക്ഷേമം പരിപക്വബലാന്വിതം. പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയദ്വ്രജപശൂൻ ഗോപാംശ്ചാരണ്യവന്നിതഃ. പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയദ്വ്രജപശൂൻ ഗോപാംശ്ചാരണ്യവന്നിതഃ. ആ പ്രലംബാസുരനെ വധിച്ചതും ദാവാഗ്നിപാനവും രണ്ട് ലീലകൾ ഒരു ശ്ലോകത്തിൽ പറയണം. ഉഗ്രം പ്രലംബം ബലശാലിന ബലേന ഘാതയിത്വ. ഉഗ്രനായ പ്രലംബൻ എന്ന അസുരനെ ബലശാലിന ബലേന, ബലശാലിയായ ബലരാമനാൽ കൊല്ലിച്ചിട്ട്, അതാണ് ഘാതയിത്വ.
ഹനിപ്പിച്ചിട്ട് കൊല്ലിച്ചിട്ട് അതിനുശേഷം വ്രജപശൂൻ ഗോപാൻച ആരണ്യവന്യത അമോചയത്. ആ വ്രജപശുക്കൾ, ഗോകുലത്തിലെ പശുക്കളെയും ഗോപന്മാരെയുമെല്ലാം കാട്ടുതീയിൽ നിന്ന് ആരണ്യവന്യത അമോചയത് മോചിപ്പിച്ചില്ലേ. ആ കാട്ടുതീനെ കുടിക്കുന്നതൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ? ഇതൊക്കെ സാധാരണ സംഭവമാണോ? ഇത് അത്ഭുതമല്ലേ? പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയത് വ്രജപശൂൻ ഗോപാംശ്ചാരണ്യവന്യതഃ ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമദം ഹ്രദാത് പ്രസഹ്യോദ്വാസ്യ യമുനാം ചക്രേ സൗ നിർവിഷോദകാം. ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമദം ഹ്രദാത് പ്രസഹ്യോദ്വാസ്യ യമുനാം ചക്രേ സൗ നിർവിഷോദകാം. ആ കാളിയ മർദ്ദനം ചെയ്ത് കാളിന്തി ജലത്തെ ശുദ്ധമാക്കി തീർത്ത കഥ പറയുകയാണ്. ആശീവിഷതമ അഹീന്ദ്രം. ആശീവിഷം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബാധിക്കുന്ന വിഷം, ക്രൂരവിഷം, കഠിന വിഷം, ഘോരവിഷം എന്നൊക്കെ അർത്ഥം തന്നെ. ആ ക്രൂര വിഷതമനായിരിക്കുന്ന അഹീന്ദ്രൻ പാമ്പുകളിൽ വെച്ച് കേമൻ, ശക്തൻ, കാളിയൻ. അപ്പൊ ആ കാളിയനെ ദമിത്വ അടക്കിയിട്ട്, അവന്റെ അഹങ്കാരത്തെ അടക്കി, അവന്റെ ശക്തിയെ അടക്കി, വിമതനാക്കിയിട്ട്, അവന്റെ മതം കളഞ്ഞ അഹങ്കാരം നശിപ്പിച്ച് ഹ്രദാത് പ്രസഹ്യ ഉദ്വാസ്യ, ആ ഹ്രദത്തിൽ നിന്ന്, ആ കാളിന്തി കയത്തിൽ നിന്ന് പ്രസഹ്യ ബലാത്കാരേണ അവിടുന്ന് ഉദ്വസിപ്പിച്ചു, ഓടിച്ചു വിട്ടു. അവിടുന്ന് പൊക്കോളൂ, ഇവിടുന്ന് വന്നിടത്തേക്ക് തന്നെ പൊക്കോളൂ എന്ന് ആജ്ഞാപിച്ചു. പ്രസഹ്യ ഉദ്വാസ്യ യമുനാം നിർവിഷോദകാം അസൗ ചക്രെ. ആ യമുനയെ നിർവിഷോദകയാക്കിയിട്ട്, ഉദകത്തിൽ വിഷമില്ലാത്തതാക്കിയിട്ട്, വെള്ളം കലരാത്ത ശുദ്ധജലമാക്കി മാറ്റി. അസൗ ഇവൻ ചക്രെ, ഇവൻ ചെയ്തു എന്നർത്ഥം. അപ്പോൾ ആ കാളിയനെ ദമിച്ച് അവനെ അവിടുന്ന് ഓടിച്ചു വിട്ട് കാളിന്തി നദിയെ ശുദ്ധമാക്കിയില്ലേ? ഇതൊക്കെ സാധാരണ സംഭവമാണോ? ആശീവിഷതമാഹീന്ദ്രം ദമിത്വാ വിമദം ഹൃദാത് പ്രസഹ്യോദ്വാസ്യ യമുനാം ചക്രേ സൗ നിർവിഷോദകാം. ദുസ്ത്യജശ്ചാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജൗകസാം നന്ദതേ തനയേസ്മാസു തസ്യാപ്യൗൽപത്തികക്കദം. ദുസ്ത്യജശ്ചാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജൗകസാം നന്ദതേ തനയേ അസ്മാസു തസ്യാപ്യൗൽപത്തികക്കഥം. നന്ദനോട് ചോദിക്കണം, ഈ അങ്ങയുടെ പുത്രന്റെ നേരെ ഞങ്ങൾക്കൊക്കെ ഉപേക്ഷിക്കാൻ പറ്റാത്ത ദുസ്ത്യജമായിട്ടുള്ള അനുരാഗമുണ്ടാകുന്നു. എല്ലാവർക്കും ഒരുപോലെ പ്രേമം ഇവനോട്. അത് സംഭവമല്ലല്ലോ. ആർക്കെങ്കിലുമൊക്കെ ശത്രുതയൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഇത് ആർക്കുമില്ല, എല്ലാവർക്കും സമ്മതനാണ്, എല്ലാവർക്കും പ്രിയതമനാണ്. അതാണ് ഹേ നന്ദ, അല്ലയോ നന്ദ, തേ അസ്മിൻ തനയെ, നിന്റെ ഈ മകന്റെ നേർക്കേ വ്രജൗകസാം സർവേഷാം നഹ, വ്രജവാസികളായ എല്ലാവരും, ഞങ്ങൾക്ക് എല്ലാവർക്കും ദുസ്ത്യജ അനുരാഗ, ഉപേക്ഷിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനുരാഗം, തീവ്രമായിട്ടുള്ള സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഈ കൃഷ്ണന്റെ നേരെയുണ്ട്. ആരും കൃഷ്ണനെ ഒരു കുറ്റവും പറയുന്നില്ല. എല്ലാവരും കൃഷ്ണനെ കുറിച്ച് നല്ലത് മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവർക്കും കൃഷ്ണനെ കാണാനും കൃഷ്ണനോട് ചേർന്നിരിക്കാനും കൊതിയാണ്. അപ്പൊ അങ്ങനെ ദുസ്ത്യജ അനുരാഗ തസ്യാപി അസ്മാസു ഔൽപത്തിക കഥം. തസ്യാപി അവനും അസ്മാസു ഞങ്ങളുടെ നേർക്കും, ഞങ്ങളെ ആരെയും അദ്ദേഹത്തിന് വേറിട്ട് കാണുന്നില്ല, എല്ലാവരുടെ നേർക്കും ഔൽപത്തിക കഥം. ഔൽപത്തികം ഉൽപ്പത്തിയാ തന്നെ, ജന്മനാ തന്നെ, നൈസർഗികമായിട്ട് സ്വാഭാവികമായിട്ടുള്ളതായിട്ടുള്ള പ്രേമം ഞങ്ങളുടെ നേരെ കാണിക്കുന്നു. ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടാവുമോ? എല്ലാവരോടും സ്നേഹം ഉണ്ടാവുക. ഇതിപ്പോ ഞങ്ങളെ എല്ലാവരെയും അദ്ദേഹവും തിരിച്ചും സ്നേഹിക്കുന്നു. അതെങ്ങനെ? കഥം. സാധാരണ കുട്ടികൾക്ക് അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അവർക്ക് എന്തെങ്കിലും അനുകൂലമായി ചെയ്തു കൊടുക്കുന്ന ആളുകളോട് തൽക്കാലം മാത്രമേ സ്നേഹം ഉണ്ടാവുള്ളൂ. കുറച്ചു കഴിഞ്ഞാൽ അതൊക്കെ മറക്കുകയും ചെയ്യും. കുറച്ചു കഴിഞ്ഞാൽ അവരോട് തന്നെ ശത്രുതയും ഉണ്ടാകും. അതാണ് സാധാരണ കുട്ടികളുടെ ശീലം. ഇതിപ്പോ അങ്ങനെയല്ല. ഈ കുട്ടി, അങ്ങയുടെ പുത്രൻ, ഞങ്ങളെയൊക്കെ എന്താ സ്നേഹം,
അവന് ഔൽപത്തികമായിട്ടുള്ള സ്നേഹമാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നിങ്ങനെ ചോദ്യങ്ങളുടെ ഒരു ക്വസ്റ്റ്യനയർ അല്ലെ, ചോദ്യാവലി, പ്രശ്നോത്തര രത്നമാലിക എന്ന് പറയും പോലെ കുറെ ചോദ്യങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് അല്ലെ. ഈ പത്രം അല്ലെ, മൈക്കും പിടിച്ചുകൊണ്ട് ഈ മീഡിയകൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ചുറ്റും വളഞ്ഞിട്ട് എല്ലാവരും കൂടി ഒന്നിച്ച് ചോദ്യങ്ങൾ ചോദിക്കില്ലേ, അതുപോലെ എല്ലാവരും കൂടി നന്ദനെ വളഞ്ഞിട്ടിരിക്കുകയാണ്. ഏഷവശ്രേയ ആധാസ്യത് ഗോപഗോകുലനന്ദന അനേന സർവദുർഗാണി യൂയമഞ്ജസ്തരിഷ്യത. അല്ല സോറി, പേജ് മാറിപ്പോയി. ക്വ സപ്തഹായനോ ബാലഃ ക്വ മഹാദ്രിവിധാരണം തതോ നോ ജായത്തെ ശങ്ക വ്രജനാദ തവാത്മജേ. ക്വ സപ്തഹായനോ ബാലഃ ക്വ മഹാദ്രിവിധാരണം തതോ നോ ജായത്തെ ശങ്ക വ്രജനാദ തവാത്മജേ. അവർ കൺക്ലൂഡ് ചെയ്യണം അവരുടെ ചോദ്യാവലി. ഇതിനൊക്കെ ഉത്തരം തരൂ എന്നുള്ള മട്ടില്. സപ്തഹായനഃ ബാലഃ ക്വ, 7 വയസ്സുള്ള കൊച്ചുകുട്ടി എവിടെ കിടക്കണു? മഹാദ്രി വിധാരണം ക്വ, ആ മഹാപർവ്വതത്തിന്റെ വിധാരണം, പിളർത്തിയെടുക്കല്, അതിനെ ഉദ്ധരിക്കല്, അതെവിടെ കിടക്കണു? രണ്ടും തമ്മില് വലിയ അന്തരമുണ്ട്. ക്വ ക്വ എന്നുള്ള ചോദ്യം ഒന്നൊരറ്റം, മറ്റത് മറ്റൊരറ്റം, 2 എക്സ്ട്രീമുകളാണ്. കൊച്ചുകുട്ടിക്ക് ഒരു ചെറിയ കല്ല് പോലും പൊക്കാൻ പറ്റില്ല. ഈ പർവ്വതത്തെ വലിയ വലിയ ആളുകൾക്കോ ആനകൾക്കോ അല്ലേ എല്ലാവരും കൂടി കൂട്ടമായിട്ട് പിടിച്ചാലോ ഒന്നും ഇളക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ രണ്ടും എവിടെ കിടക്കണു? ഈ കുട്ടിയുടെ കൊച്ചു ബാലനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കഴിവ് എവിടെ കിടക്കണു? ഈ വലിയ പർവ്വതത്തെ പുഴക്കിയെടുക്കുക എന്നുള്ള കാര്യം എവിടെ കിടക്കണു? സപ്തഹായനഃ ബാലഃ ക്വ മഹാദ്രി വിധാരണം ക്വ തതഃ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതിന് സംശയത്തിന് ഉത്തരം തരേണ്ടത് അങ്ങാണ്. അതാണ് വ്രജനാഥ, ഞങ്ങളുടെയൊക്കെ നാഥനല്ലേ അങ്ങ്. അതുകൊണ്ട് തവ ആത്മജേ നഹ ശങ്കാജായതേ, അങ്ങയുടെ പുത്രന്റെ നേർക്ക്, ആത്മജന്റെ നേർക്ക് ഞങ്ങൾക്ക് സംശയമുണ്ട്, ശങ്കയുണ്ട്. ഇദ്ദേഹം ആരാണ് എന്നറിയാനുള്ള ആകാംക്ഷയുണ്ട് എന്നർത്ഥം. അല്ലാതെ ഇവനെ ഞങ്ങള് സംശയിക്കുന്നവനാൾ കള്ളനാണോ എന്നുള്ള സംശയമല്ല. ഇവിടുത്തെ സംശയം ഇദ്ദേഹത്തെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷയുണ്ട് എന്നർത്ഥം. അപ്പോ എന്തായാലും ഇവരെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയണം, ഞങ്ങൾക്കുള്ള ശങ്ക തീർത്തു തരേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്വമാണ് എന്ന് പ്രജനാഥനായ നന്ദനെ എല്ലാവരും കൂടി ചോദ്യം ചെയ്തു. അതിന് നന്ദൻ മറുപടി ആരംഭിക്കുന്നു. നമുക്ക് വൈകിട്ട് കാണാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വൈകിട്ട് കാണാം ബാക്കി. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം.